ഹായ് ഫ്രണ്ട്സ്, ടോയിലറ്റ് പോവാ. ഹീറോയിനോട് മധുരയാനി അത് മാത്രമല്ല ഒരാടെ ജ്യൂസും കുടിച്ചാണ് ജേഹും അറിയാതെ ജ്യൂസ് പറഞ്ഞിട്ട് ഒരു ട്രക്ക് അതെ ക്ലബിൽ പോയി ജ്യൂസ് റിങ് എന്ന് പറഞ്ഞ ക്ലബിൽ ഒരു ഫ്ലാഷ് ബാക്ക് ജങ്കു അല്ല ജേഹു ജ്യൂസ് പറഞ്ഞിട്ട് ഡ്രിങ്ക് പറഞ്ഞ് ചേഞ്ച് ആയിരുന്നു വെയിറ്റർ കൊടുത്തത്. കുറച്ച് ചേഞ്ച് ആയി അത് കുടിച്ച് സാർ അത് കുടിക്കട്ടെ സാർ ശരി കുടിച്ച് പോയി. ഇപ്പം എന്താ ചെയ്യുക? ആ ട്രക്ക് എടുത്ത് അത് കുടിച്ച് കൊണ്ട് ജേഹു ഒരു മാതിരിയായി. അങ്ങനെ ഹീറോയിൻ മാതിരിയായി. ഹീറോയിൻ വന്ന് ഹഗ് ചെയ്ത് ഹീറോയിൻ ഷോക്കായി പോയി. അയ്യോ അയ്യോ ആരാ തിരിഞ്ഞു നോക്കൂ. ജേഹൂബ് ഷോക്കായി. സാർ സാർ ജേഹൂബ് മാതിരി ഉണ്ടല്ലോ മാസ്ക് കൊണ്ട് നോക്കൂ. ജേഹൂബ് കൺഫേം ഹീറോയ്ക്ക്. സാർ എന്ത് ചെയ്യുന്നു സാർ? ഇത് നിങ്ങൾ റൂമല്ല സാർ വീട് തന്നെ. അങ്ങനെ ഹീറോയിൻ തല്ലാൻ നോക്കി. ജേഹൂബ് പിടിച്ച് അങ്ങനായിട്ട് ജേഹൂബ് ഊന്തിട്ടിട്ട് ഓടി പോകാൻ നോക്കി. ടോർച്ചൊക്കെ ജേഹൂബ് വന്നു ലോക്ക് ചെയ്തു. ജേഹൂബ് പിടിച്ച് ബെഡിൽ തള്ളി ബോസ് കിസ് അടിക്കാൻ തുടങ്ങി. ഹീറോയ്ക്ക് ഷോക്കായി. വീട് ഹീറോയുടെ ഷോള് പിടിച്ച് മാറ്റി എല്ലാം ഫുള്ള് ഡ്രസ്സ് അടിച്ച് ഇന്നോസാണ് അത് മൊത്തം വായിച്ച് ജേഹൂബ് ഫോഴ്സായിട്ട് കിസ് എടുത്തു. എല്ലാ ഹീറോയ്ക്കും ഫുള്ള് നടത്തും. എല്ലാം നടത്തും. ഹീറോയിൻ ഭയങ്കര സാഡായിപ്പോയി. എല്ലാം നടന്നു പോയി. ഹീറോയ്ക്കും ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് ഹീറോയിൻ ഭയങ്കര സാഡായി കരയാൻ തുടങ്ങി. എന്ത് ചെയ്യാൻ പറ്റില്ലാതെ ഹീറോയിൻ പൊട്ട് മനസ്സോടന്ന് കരയാൻ തുടങ്ങി. രാവിലെ നടക്കാൻ കഴിയാതെ ഹീറോയിൻ ഡ്രസ്സെല്ലാം ഇട്ട് അവിടുന്ന് കരഞ്ഞിട്ട് പോകാൻ തുടങ്ങി. ഹീറോയിൻ അതുമാത്രമല്ല ഹീറോയിൻ കരഞ്ഞിട്ട് അവിടുന്ന് പോയി. ഹീറോയിൻ കരഞ്ഞിട്ട് പോയി. അതുമാത്രമല്ല ഹീറോയിൻ്റെ കയ്യിൽ ഒരു കാർഡ് ഉണ്ടായിരുന്നു. അത് കാർഡ് ഹീറോയിൻ ഡീറ്റെയിൽസ് കാർഡ് ID കാർഡ് അത് വീണു. ഹീറോയിൻ കരഞ്ഞിട്ട് അവിടുന്ന് അത് വീണു. വിസ ഹീറോയ്ക്ക് അറിയില്ലായിരുന്നു. കൗത്തൽ ഒരു കാർഡ് മതി. ഹീറോയിൻ ഇവിടെ ജോബ് ചെയ്യാണ്. അങ്കിളിൻ്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്നതാണ്. അവളെ കൗത്തിലുള്ള ഒരു കാർഡ് മാറി ഒരു ഇതുണ്ടായിരുന്നു. അത് വീണായിരുന്നു. അത് ജേഹൂബൊക്കെ ബെഡിൽ വീണു. ഹീറോയിൻ അവിടുന്ന് കരഞ്ഞിട്ട് പോയി. ജേഹു അയ്യോ തലവേദന എന്ത് കുടിച്ചതറിയില്ലല്ലോ. ജേഹു എണിച്ച് നോക്കും ഡ്രസ്സുമില്ല. കുറേ ഉണ്ട്. ജേഹു എണിച്ച് നോക്കും ബെഡ് നോക്കും ബ്ലഡ് കണ്ടു. ജേഹൂബ് എനിക്കതുമ്പോൾ ജേഹൂബ് എന്നിട്ട് എണിക്കുമ്പോൾ താഴെ തട്ടി വീണു. കൈ തട്ടി വീട്ടിന് ID കാർഡ് അത് നോക്കി ജേഹു ഷോക്കായി. ജേഹു നോക്കി എന്താ ഇവക്കൂടെ ഒന്നാം സ്റ്റാൻഡിരുന്നോ? ശരി ഓക്കെ കാർഡ് എടുത്തോണ്ട് ഹീറോയിൻ കാർഡ് എടുത്തോണ്ട് ജേഹു പോയി. ജേഹുക്കും എല്ലാം കുറച്ച് ഓർമ്മ വരാൻ തുടങ്ങി. അയ്യോ എന്ത് ചെയ്ത് അവൾ വെർജിനല്ലോ. അയ്യോ ഇപ്പം എന്ത് ചെയ്യാം? അങ്ങനെ ജേഹൂബ് വീട്ടിലേക്ക് വന്നു. അവനും ബെഡ്റൂം കുളിച്ച് ഫ്രഷായി കുറച്ച് ടയർഡായി ഉറങ്ങാം. ജേഹു കോളേജ് എനിക്ക് ടയർഡാവുന്നടാ ഞാൻ കുറച്ച് ഉറങ്ങണം. ശരി ഓക്കെ എന്നിട്ട് ജേഹൂബ് ഡേയ്സ് പോകാൻ തുടങ്ങി. ഹീറോയിൻ ജേഹൂബ് ഓരോ ഓർമ്മയിലായിരുന്നു. അവനക്ക് അതേ ഓർമ്മ വരാൻ തുടങ്ങി. ഇപ്പം എന്ത് ചെയ്യാം? അവൾ ആരാന്ന് കണ്ടുപിടിക്കണമല്ലോ. അതിനായിട്ട് ജേഹൂബ് അവൻ്റെ സെക്രട്ടറിയോട് പറഞ്ഞു ഓക്കെ ഇവിടെ ഡീറ്റെയിൽസ് ക്യാമറ എനിക്ക് വേണം. ഡീറ്റെയിൽസ് മനസ്സിലായോ? ജേഹൂബ് പറഞ്ഞു. അങ്ങനെ പോയിട്ട് ഡീറ്റെയിൽസ് ക്യാമറ ഇവിടെ സെക്രട്ടറി പറഞ്ഞ എൻ്റെ റൂമിൻ്റെ ക്യാമറ ജേഹൂബിൻ്റെ റൂമിൻ്റെ ഡീറ്റെയിൽസ് ക്യാമറ. അങ്ങനെ ജേഹൂബ് അകത്ത് ഹീറോയിൻ അകത്ത് പോകുന്നത് ഹീറോയിൻ ഒരുമാതിരിയായിട്ട് വരുന്നത് ജേഹൂബ് നോക്കി. ശരി ഓക്കെ ഇവിടെ ജേഹൂബ് ഒരു കോപ്പി ഫോട്ടോസ് എടുത്ത് ജേഹൂബ് പറഞ്ഞു. ജേഹൂബിൻ്റെ ബോഡി ഗാർഡോട് പറഞ്ഞു ഇവളെ കണ്ടുപിടിക്കാൻ പറഞ്ഞു. പിന്നെ ഡേയ്സ് പോകുന്നുണ്ട്. ഹീറോയിൻ എന്നിട്ടായി എന്ത് ചെയ്യുന്നറിയില്ലല്ലോ. ഹീറോയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഹീറോയിന് സാഡായി കരയാൻ തുടങ്ങിയായിരുന്നു. അവൾ അങ്കിൾ വന്ന് ചോദിച്ചു എന്ത് പറ്റി? അങ്കിളോട് ഇത് പറയുന്നത് അങ്കിൾ ഫ്രണ്ട് മാതിരിയാണ്. ഹീറോയ്ക്ക് എപ്പോഴും സപ്പോർട്ട് ഉണ്ടാവും. ഹീറോയിന് ഇത് കാര്യമായിരുന്നു സാഡായ അങ്കിൾ മാത്രമാണ് ഹീറോയ്ക്ക്. അച്ഛനും അല്ല ഉപ്പ ഉണ്ട് മാത്രം അവരും മാത്രം ഇവളെ കെയറിങ് ആയിട്ട് നോക്കില്ല. അവർക്ക് ആൺകുട്ടികളെ ഇഷ്ടമാണ്. ഹീറോയിന് വേണ്ടതെന്ന് വിട്ടത്. അതുകൊണ്ട് അച്ഛനും ഉപ്പ മാത്രമേ അവൾ നോക്കുന്നത്. അതുപോലെ ഉമ്മ ഇല്ല. അവൾ ചെറിയ പ്രായത്തിൽ ഉമ്മ മരിച്ചു. ഇപ്പോൾ ഉപ്പ മാത്രമേ ഉള്ളത്. ഉപ്പാൻ്റെ അത്ര നോക്കുന്നില്ല. ചെറിയച്ഛനെ മാത്രമാണ് ഹീറോയിനെ കെയറിങ് ആയിട്ട് നോക്കും. ചെറിയച്ഛൻ ഒരച്ഛൻ മതി വിഷമിക്കണ്ടേ നോക്കിക്കോളെ. ജേഹൂബ് അങ്ങനെ ഹീറോയിനെ കെയറിങ് ആയി നോക്കാതെ ഹോസ്പിറ്റൽ ഹീറോയിൻ അബോട്ട് ചെയ്യാൻ മനസ്സിലായി. എന്നാണ് വെളുത്തോളാം ശരിയാക്കുമോ? കുട്ടീനെ നന്നായിട്ട് നോക്കിക്കോ. അതിനായിട്ട് കുട്ടീനെ നന്നായിട്ട് ചെറിയൊരു പേന ഹീറോയിൻ കുട്ടിയുടെ അച്ഛൻ്റെ പേര് അങ്ങനെ പറഞ്ഞു. അങ്ങനെ കുട്ടി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി. ഹീറോയിൻ ബേബിനെ നന്നായിട്ട് കെയറിങ് നോക്കാൻ തുടങ്ങി. പാട്ട് നന്നായിട്ട് ഡേയ്സ് പോകാൻ തുടങ്ങി.
ജേഹബൊക്കെ കിട്ടിയില്ല. അങ്ങനെ ഷൂട്ടിങ് മിലിറ്ററി അങ്ങനെ ഭയങ്കര ബിസി ആവാൻ തുടങ്ങി. അപ്പോൾ ഒരു ബോയ് ബേബി അങ്ങനെ അവിടേക്ക് വന്നായിരുന്നു. ജേഹബിനെ ഇടിച്ചു മാസ്ക്. കുറച്ച് ജേഹബ് ഉണ്ടായിരുന്നു. ജേഹബിൻ്റെ ബേബിയാണ് ഇടിച്ചു. സോറി അങ്കിൾ. ഓക്കെ അപ്പാ എന്നാൽ ജേഹബ് ഇവിടുന്ന് പോകുന്നുണ്ടെങ്കിൽ മമ്മി എന്നെ പോയിട്ട് ഹീറോയിനെ ചെയ്തു. ജേഹബ് തിരിഞ്ഞു നോക്കി വന്നടാ എന്ന് ജേഹബ് തിരിഞ്ഞു നോക്കി. ജേഹബിൻ്റെ ഫ്രണ്ട് ജിമിൻ വിളിച്ചായിരുന്നു. ജേഹബ് തിരിഞ്ഞു നോക്കി. യഥാർത്ഥ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ജിമിനെ കാണുന്നു. ജിമിനെ ഹാക്ക് ചെയ്ത് ഓക്കെടാ എന്നുവെച്ചാൽ അങ്ങോട്ട് യഥാർത്ഥം നോക്കുക. ജേഹബ് ഷോക്കായി. അവൾ തന്നെയല്ലേ. ജിമിനെ ഊതിയിട്ട് പോടാ ഞാൻ വരാം. ജേഹബ് ഓടി വന്നു. അങ്ങനെ കൈ അടിച്ച് പിടിച്ചു. മമ്മി ഇതാരാ അങ്കിൾ? ജേഹബ് ഷോക്കായി. ആ കുട്ടി മാസ്ക് കൂട്ടിയിട്ടില്ലായിരുന്നു. മാസ്ക് കൂടി. ജേഹബ് ഷോക്കായി. ജേഹബിൻ്റെ കുറച്ച് ബോഡി ഗാർഡ് വന്നു. ജേഹബ് കണ്ണ് കെട്ട തുടങ്ങി. ഇവരെ പിടിക്കാവുക. അങ്ങനെ കുറച്ച് ബോഡി ഗാർഡ് വന്ന് ഹീറോയിനെ വിളിച്ചോണ്ട് മാഡം നിങ്ങൾ വന്ന് ഹീറോയിനെ വിളിച്ചോണ്ട് വന്നു. ജേഹബ് ഇങ്ങനെ ജേഹബ് വാ എന്നെ കൂടെ കുറച്ച് കാറിൽ വരാം. എനിക്ക് കുറച്ച് സംസാരിക്കണം. ഹീറോയിനെ ജേഹബ് തൂക്കിയിട്ട് കൊണ്ടുപോയി. കാറിൽ കുട്ടീനെ കൊണ്ടുപോയിക്കോ പറഞ്ഞായിരുന്നു ജിമിനോട്. ജിമിൻ കൊണ്ടുപോയി ഹീറോയിനെ ബെഡ്റൂം കൊണ്ടുവന്നു. എന്താ സാർ ഇവിടെ ജേഹബ് പറഞ്ഞു തുടങ്ങി. മാസ്ക് സാർ നിങ്ങൾ ജേഹബ് മുറിക്കാൻ തുടങ്ങി. എന്തിനാ സാർ എന്നെ മുറിക്കണേ? ബേബി എൻ്റെതല്ലേ? അതെ ബേബി എൻ്റെ. ഷോക്കായി. ജേഹബ് പറയാൻ തുടങ്ങി. സത്യം പറയും ബേബി എൻ്റെ തന്നെയല്ലേ? അത് ഇല്ല നിങ്ങൾ തന്നെ. ജേഹബ് മുറയ്ക്കാൻ തുടങ്ങി. എനിക്കെല്ലാം ഓർമ്മ ഉണ്ട്. മറിയാതിന് നീ പറയുന്നു ഇല്ല ബേബിനെ തൂക്കണം. വേണ്ട വീട് സർ സത്യം നിങ്ങളിതാണ്. ശരി ഓക്കെ ശരി എവിടെ ഇരുന്നു? ഞാൻ പറയുന്ന ടൈമാകുമ്പോൾ വാ. എന്തിനാ? വാ. നിൻ്റെ ഡ്രസ്സ് പോയിട്ട് റൂമിലെല്ലാം നിൻ്റെ ഡ്രസ്സ് കുട്ടീൻ്റെ ഡ്രസ്സ് എല്ലാം പാക്കാക്കി എൻ്റെ കൂടെ വാ. സാർ ഞാൻ എന്തിനാ സാറിൻ്റെ കൂടെ വരാം? പറഞ്ഞ കേൾക്ക്. ജേഹബ് മുറിക്കത്.